ഹലോ. ഹലോ സ്വീറ്റ് ഹാർട്ട്. ആരാ ഇത്? വെപ്രാളം പിടിക്കാതെടൂ, ഞാനൊന്ന് പറയട്ടെ. തൻ്റെ അമ്മയെന്ന് തന്നെ കാണാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. കാര്യമായിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നു. എന്നതാ വിശേഷം? ഞാനതങ്ങ് മറന്നു. കുഞ്ഞു വിൻസെന്റ് ഇപ്പോൾ തൻ്റെ വയറ്റിലല്ലേ? ആരായി സംസാരിക്കുന്നത്? തനിക്ക് എന്താ വേണ്ടേ? എൻ്റെ അമ്മ എന്നെ തനിക്കെങ്ങനെ അറിയാം? എന്തായാലും നീ ചോദിച്ച ഈ ചോദ്യത്തിനൊന്നും എൻ്റെ കയ്യിൽ ഉത്തരവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങ് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇപ്പോൾ സമയം 11:10. കൃത്യം 11:30 സെൻറ് മേരീസ് ചർച്ചിൻ്റെ സെമിറ്ററിയിൽ നീ ഉണ്ടാവണം. അതും ഒറ്റയ്ക്ക്. ഇല്ലെങ്കിൽ മോളെ ജനനി, നിന്റെ അമ്മയെ നീ ജീവനോടെ കാണില്ല. എടോ, ഹലോ ഹലോ. എങ്ങോട്ടാണാവോ ഇത്ര വെപ്രാളപ്പെട്ട്? നോക്ക്, എനിക്ക് തന്നോട് സംസാരിച്ച് കളയാൻ നേരമില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ഓ, നീ എന്താ കരുതിയിരിക്കുന്നേ? ഇത് നിന്റെ വീടാണെന്നോ? നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോൾ കയറി വരാനും ഇത് സത്രമൊന്നുമല്ല. എനിക്കറിയാം, ഇത് വളരെ അത്യാവശ്യമാണ്. എനിക്ക് പോയേ പറ്റൂ. എന്നാലേ നീ ഇപ്പൊ എവിടെയും പോകുന്നില്ല. എനിക്ക് പോണം. എങ്കിൽ പറ, നീ എന്തിനാ ഇപ്പൊ പുറത്തു പോന്നേ? അതെന്റെ അമ്മ. അമ്മ? മറ്റാരോടും അമ്മയുടെ കാര്യം പറയരുന്നല്ലേ പറഞ്ഞത്? അപ്പോ വേണ്ട, പറയണ്ട. എന്തേ, അമ്മയെ കാണാൻ തോന്നുന്നോ? അതെ, എനിക്ക് അമ്മയെ കാണണം. എന്നാലേ മോളിങ്ങി വന്നേ, ഇച്ച ഞാൻ കാണിച്ചു തരാം അമ്മേ. എടോ എന്നെ വിടടോ, വിടാൻ. കടന്ന് പെടക്കാടി വന്നേ. ഇനി വിടാൻ. നിനക്ക് നിന്റെ അമ്മയല്ലേ കാണണ്ടേ? ഞാൻ കാട്ടിത്തരാം. തൽക്കാലം നീ ഇവിടെ കിടക്ക. എടോ ഡോർ തുറക്ക്. നീ അവിടെ കിടന്ന് എത്ര കൂകി വിളിച്ചാലും ആരും കേൾക്കാൻ പോണില്ല മോളെ. ഇച്ചയൻ എന്താ ചെയ്യാൻ പോണേ? ജനനിയുടെ അമ്മയോടെ കൊണ്ടുവരണം. എന്തിന്? അതവളുടെ സ്വന്തം അമ്മ തന്നെയാണെങ്കിൽ അവരെ നമുക്ക് ഉപകരിക്കും. എങ്ങനെ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ തൽക്കാലം ഓഫീസിലേക്ക് പോണ്ട, അവളോടെ കിടപ്പുണ്ട്. തുറക്ക്. ആരെയും ഈ കഥകൊന്ന് തുറക്ക് പ്ലീസ്. എൻ്റെ അമ്മ അവിടെ അവരെൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യും പ്ലീസ്. അതിനു മുമ്പ് ഈ കഥകൊന്ന് തുറക്ക്. ഹിച്ചായ.
ജാനി, നീ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല. അന്വേഷിക്ക്. ഇവിടുന്ന് പുറത്തു കിടക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകാതിരിക്കില്ല. ഈ കത്ത്, ഇതൊക്കെ ഞാൻ വിന്നിക്ക് എഴുതിയതല്ലേ? ഇതൊക്കെ എങ്ങനെ ഇവിടെ? ഈ കത്തുകൾ എന്തിനാ ഇയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ? സാർ, അവൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ ധിക്കാരത്തിന്റെ ഫലം അവക്ക് കിട്ടിയേ തീരും. ഒന്നും നോക്കണ്ട, ഇടിച്ചു തെറിപ്പിച്ചേരെ. ഓക്കെ സാർ.